ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ പുതിയ ചാനലിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ഈ മീൻ എൻ്റെ നാട്ടിൽ കുട്ടൻകോര എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചു. മീൻ ആവശ്യമുള്ള അരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഈ പാത്രത്തിൽ കാണുന്നത്. ഇതും കടുക് വറക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ചട്ടി വെച്ച് വെളിച്ചെണ്ണ നമ്മളിതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതെടുത്ത് അതിലേക്ക് ഇടുക. അത് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും കുടംപുളിയും ഇടണം. കുടംപുളിയും ഇട്ട് അതും ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം നോക്കി നമ്മൾ കറിവേപ്പില അതിലേക്ക് ഇടുക. നമ്മളത് ചുമന്ന് വരുന്നത് നോക്കിയതിന് ശേഷം മാത്രമേ പച്ചമുളകും കുടംപുളിയും അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം കറിവേപ്പിലയിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ആ പച്ചമുളകിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യമേ പ്ലേറ്റിൽ വെച്ചിരുന്ന ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായി അരച്ചാണ് ഈ അരപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ചട്ടിയിലിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ആവശ്യാനുസരണം ചെറിയ രീതിയിൽ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ട് അതും ചട്ടിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാൻ പാടില്ല. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇളക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് മീൻ എത്ര ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അതനുസരിച്ച് നമ്മൾ അരപ്പിനനുസരിച്ചുള്ള വെള്ളം വേണം. മീൻ വേകാനുള്ള വെള്ളം നമ്മൾ നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ഈ വെള്ളത്തിന് ചുമന്ന കളറ് വന്നത് ഞാൻ ആ മിക്സിയിൽ അരച്ച പാത്രത്തിൽ തന്നെ വെള്ളം എടുത്താണ് ഞാനത് ഇതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആ കളറ് വരുന്നത്. അതിനുശേഷം മീൻ നല്ലപോലെ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി പെറുക്കി അതിലേക്ക് ഇടുക. അത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ചട്ടി ഒന്ന് കറക്കി കൊടുത്ത് കറിവേപ്പിലയും എടുത്ത് നിരത്തി കറിവേപ്പിലയിട്ട് അടച്ചു വെച്ചു. തിളച്ച് കഴിയുമ്പം തീ ഒന്ന് കുറച്ച് വെക്കണം. ഇടയ്ക്ക് ചട്ടി അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. നമ്മുടെ മീൻ കറി റെഡി.